ഇതിലും കൂടുതൽ RSകാർ പാടുന്ന വന്ദേമാതരാണ്. അത് പാർലമെൻറ്റിൽ പാടുന്നില്ലേ? ഞങ്ങൾ തുടങ്ങിയതല്ല, BJPയുടെ കാലത്ത് തുടങ്ങിയതല്ല. RSSൻ്റെ എല്ലാ പരിപാടികളിലും ഞാൻ ആദ്യം കേൾക്കുന്ന അവസാനം കേൾക്കുന്നതും വന്ദേ മാതരമാണ്. അപ്പോൾ ഇതിലെന്താണ് കുഴപ്പം? അത് തന്നെയല്ല, ഒരു നല്ല മെസ്സേജാണ്. ഇതെല്ലായിടത്തും BJPക്കാരിനി ഇത് BJPയുടെ സ്റ്റേജിൽ പാടുന്ന പാട്ടല്ല. എനിക്ക് BJPക്കാരോട് അപേക്ഷിക്കാനുള്ളത്, ഇനി എല്ലാ പരിപാടിയിലും ഇത് പാടണം, എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇതെന്താണ്. കാരണം അത് RSSൻ്റെ ഗ്രൂപ്പ് സോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPയുടെ സ്റ്റേജിൽ അങ്ങനെ പാടാറില്ല. അപ്പോൾ അത് രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് BJPയുടെ സ്റ്റേജിലും ഇത് പാടണം. ഞാൻ ഇന്ന് നിങ്ങളിപ്പോൾ വിളിച്ചതിന് ശേഷമാണ് ഇതെടുത്ത് വായിച്ചു നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇന്ത്യയെ കുറ്റം പറയുന്നവരെ സമയത്തോളം വലിയ കുറ്റമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ അല്ല കേരളമാണ് മുന്നിൽ എന്ന് പറയുന്ന ഹൃദ്രോഗിയെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന ലോകത്തിലെ ഒന്നാമത്തെ ആരോഗ്യ കേന്ദ്രം ഉള്ള കേരളത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഈ പാട്ടിൻ്റെ പ്രധാനപ്പെട്ട തർജ്ജമ എടുത്ത് പരിശോധിക്കുന്നതിനേക്കാളും RSS അവരുടെ ഒരു സംഗീതഗാനം പോലെയൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ശാഖകളിൽ പാടുന്ന ഒരു പാട്ട് ഇതുപോലെ സർക്കാർ പരിപാടിക്ക് പാടുകയും അത് പങ്കുവെക്കുകയും സദൻ ഡ്രൈവർ പങ്കുവെക്കുകയും ചെയ്തതിലെ പ്രശ്നം അല്ല, ഇതിലും കൂടുതൽ RSകാർ പാടുന്ന വന്ദേമാതരാണ്. അത് പാർലമെൻറ്റിൽ പാടുന്നില്ലേ? ഞങ്ങൾ തുടങ്ങിയതല്ല, BJPയുടെ കാലത്ത് തുടങ്ങിയതല്ല. RSSൻ്റെ എല്ലാ പരിപാടികളിലും ഞാൻ ആദ്യം കേൾക്കുന്ന അവസാനം കേൾക്കുന്നതും വന്ദേ മാതരമാണ്. അപ്പം വന്ദേ മാതരം പോലെ ഇവർക്ക് അത് പാടുന്നുണ്ട്. ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? BJP അത് ഇത് അംഗീകരിച്ചോളാനേ. നിങ്ങൾക്ക് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചോ. അല്ലല്ല, ഇവരൊക്കെ ഏറ്റെടുത്തോട്ടെന്ന്. ഇനി നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് എനിക്കൊരു വിരോധമില്ലെന്നേ. നിങ്ങളല്ലെങ്കിൽ പറയണോ ഏത് മനോരമ മാതൃഭൂമി അല്ലേ പറയണം ഇത് തെറ്റാണ്, അത് പദാനുപതിവ് അതിനെ എടുത്തിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഓരോ ചാനലുകളും പറയുക ഇത് തെറ്റാണ്. അത് നിങ്ങൾ പറയണം. അത് ഓരോ ചാനലുകളും പറയുക ഇത് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇതിൻ്റെ സാഹിത്യം കേൾപ്പിച്ചിട്ട് ഇത് തെറ്റാണ് എന്ന് ജനങ്ങളോട് പറയണം. കുട്ടികളെ കൊണ്ട് പാടിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. എന്തുകൊണ്ടത് പറഞ്ഞുകൂടാ? എനിക്ക് പറയാനുള്ള പറഞ്ഞു. ഇനിയുള്ളത് മാധ്യമങ്ങൾ ഇതാ തെറ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് തെറ്റാണ്, മക്കളെ ഇത് തെറ്റാണ്, മാതാപിതാക്കളെ ഇത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാടിക്കരുതെന്ന് മാധ്യമങ്ങൾ ശക്തമായിട്ടുള്ള ചർച്ച ചെയ്യണം. എന്തിൽ മാത്രമേ ഇത് ഗുണം ചെയ്യുള്ളൂ. സർക്കാർ പരിപാടി അല്ലല്ലോ. സർക്കാർ പരിപാടി അല്ലെന്ന്. ഇതിപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുന്ന് ഡെസ്കിൽ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിങ്ങ് പറഞ്ഞാൽ മതി. പൊതുപരിപാടി അല്ലെന്ന്. പൊതുപരിപാടി അല്ല, ചടങ്ങല്ലത്. കുട്ടികൾ പാടുകയാണ്. കുട്ടികള് അത് ഇങ്ങോട്ട് പാടുകയാണ്. അത് കുട്ടികളെ പാടുന്നതാണ്. നിക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ വിമർശിക്കണം. ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയാൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെയും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം. നീട്ടിട്ട് പോകരുത്. അതായത് ഓരോ ലൈനും പാടി കേൾപ്പിച്ചിട്ട് ഇത് ചർച്ച ചെയ്യണം. നിയമസഭാ ഇലക്ഷൻ കഴിയുന്നിടം വരെയും എങ്കിലും ചർച്ച ചെയ്യണം. റെയിൽവേക്കാർ നോക്കിയപ്പം കുട്ടികൾ പാടുന്നു, അവരെടുത്തിട്ട് അപ്പോൾ ഭയങ്കര വിമർശനം വന്നു. ഇപ്പോൾ ഇവരോർത്ത് എന്താ കുഴപ്പമാണെന്ന്, മലയാളമല്ലേ. അത് കഴിഞ്ഞ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെടുത്തിട്ടു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ ഒരു ദിവസം ഒരു 10 പ്രാവശ്യം എല്ലാ ചാനലുകളും ഈ പാട്ടിൻ്റെ സാഹിത്യം മുഴുവൻ കാണിച്ചിട്ട് നിങ്ങൾ അതിനെപ്പറ്റി വിമർശിക്കണം. അതായത് അങ്ങനെയാണല്ലോ BJP വളരുന്നത്. ഞാനത് BJP ഏറ്റെടുക്കുകയാണ്. ഞാൻ പഠിക്കുക അല്ലേ അല്ല, ഞാൻ BJPക്ക് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് പരസ്യമായിട്ട്. അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് രാവിലെ ഞാനിത് വായിക്കുന്നത്. നിങ്ങളെ വിളിച്ചതിന് ശേഷമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ പരസ്യമായിട്ട് സ്റ്റേറ്റ് പ്രസിഡന്റിനോട് പോലും ചോദിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇത് BJPക്കാരിനി എല്ലാ സ്റ്റേജിലും ഇത് പാടണം. അത് BJP അംഗീകരിക്കുകയാണ് എങ്കിൽ, ഇതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത്, ഞാനും പഠിക്കും. അപ്പോൾ അതിൻ്റെ എനിക്കൊന്നാമത് പാടാൻ അറിയത്തില്ല, പിന്നെ അതിൻ്റെ പ്രാസമൊക്കെ ഒപ്പിച്ച് അതിൻ്റെ രീതിയൊക്കെ ഒപ്പിച്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ നിയമസഭാ ഇലക്ഷൻ കഴിയുന്നിടം വരെ ഇത് നിങ്ങളെടുത്തിട്ടൊരു മാധ്യമ ധർമ്മയില്ലേ, അത് നിങ്ങൾ ചെയ്യണം. ഇതിനെപ്പറ്റി പാടി കേൾപ്പിക്കണം. അതിനെതിരെ നിങ്ങൾ പ്രചരിപ്പിക്കണം. ഇത് ഭയങ്കര കുഴപ്പമാണെന്ന് പറയണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതല്ലേ മാധ്യമധർമ്മം. ഞാൻ എന്നും മാധ്യമത്തിൻ്റെ കൂടെയല്ലേ എപ്പോഴും പറയാം. ഏതെങ്കിലും പരിപാടി വിജയം ഉണ്ടായാൽ ഞാൻ പറയാറില്ല അത് മാധ്യമത്തെ അഭിനന്ദിക്കണമെന്ന്.
അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട മറ്റേ തർജ്ജമ എന്നുള്ളതിനേക്കാൾ കൂടുതലേ അത് നിമിഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ RSSന്റെ ഗണഗീതമാണെന്ന് പറയുമ്പോഴത്തേക്കും RSSന്റെ ആണ് അങ്ങനെ ആയി മാറുകയാണ്. വന്ദേമാതരം പോലെ അല്ല, ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റുമല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഈ കൈരളിയല്ലേ അത് പറയേണ്ടത്, കൈരളിയല്ലേ ഇതെടുത്തിട്ട് പറയേണ്ടത്. ഇതിൻ്റെ അകത്ത് മുഴുവൻ RSS ആണ്, ഭയങ്കര കുഴപ്പമാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ നദികൾ ഉണ്ടെന്ന് പറയുന്നു, അതിന് ഇവിടെ വൃക്ഷലതാദികളുണ്ടെന്ന് പറയുന്നു, അതിൽ നിന്ന് പൂവെടുക്കുന്നു എന്ന് പറയുന്നു, അത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്നു. ഇതൊക്കെ നമ്മൾ കൈരളി ചർച്ച ചെയ്യേണ്ടതാണ്. കൈരളി സഹായിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഈ വരികളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു പാട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗണഗീതം വേറെ അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ പാടിക്കഴിഞ്ഞാൽ പൊതുവേദിയല്ല, ഉദ്ഘാടന സ്ഥലത്തല്ലെന്നേ, അത് കുട്ടികൾ പാടിയതല്ലേ പൊതുവേദി. അതിൽ നിങ്ങൾ പറഞ്ഞ ഉദ്ഘാടന വേദിയിൽ കുട്ടികളെ വിളിച്ചിട്ട് പാടിച്ചു എന്ന് പറഞ്ഞിട്ടായാലും നിങ്ങൾ ചർച്ച ചെയ്യും. ഇത് കുട്ടികൾ സ്വാഭാവികമായിട്ട് പാടുന്നത് ട്രെയിനിൽ ഇരുന്നോട്ട് കുട്ടികൾ അവർക്കറിയാവുന്ന ഒരു പാട്ട് പാടി. സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികളാണ്. സരസ്വതി വിദ്യാലയം എല്ലാവർക്കും അറിയാവുന്നതാണ്. RSSന്റെ ഒരു അല്ലെന്നേ, ആ കുട്ടികള് അവർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്ന അമ്മയെ നമിക്കുന്ന ഒരു പാട്ട് അവർ പഠിപ്പിച്ചു. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ഗണഗീതം എന്ന് പറയുന്നത് എല്ലാവരും ഓർക്കുന്നത് വലിയ സംഭവമാണ്. ഇതൊരു ഗ്രൂപ്പ് സോങ് ആണ്. RSSന്റെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? RSSന്റെ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല എന്നാ പറഞ്ഞത്. എനിക്ക് ഈ പാട്ടറിയില്ല. ഞാൻ ആദ്യം ഒരു പാട്ട് ദേശീയ ഇതിലൊക്കെ കാണുന്നത് ശിവകുമാർ, അത് ആ വേണുഗോപാലിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിനാണ് ശിവകുമാറിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കുഴപ്പമല്ലേ ഗണഗീതമൊക്കെ പാടുന്ന ഒരാളെ പാർട്ടി വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാലേ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ആദ്യം ശിവകുമാറിനെതിരെ നടപടിയെടുത്തിട്ട് മാതൃക കാണിക്കണം. അതുപോലെ നമ്മുടെ കൈരളി ചാനൽ എല്ലാ ദിവസവും ഇത് RSSന്റെ ഗീതമാണെന്ന് പറഞ്ഞിട്ട് പാടി കേൾപ്പിക്കണം. അപ്പോൾ BJPയുടെ എന്ന് പറഞ്ഞതിനെ കഴിഞ്ഞും കൂടുതൽ RSS എന്നാണല്ലോ നിങ്ങൾ. ഇപ്പോൾ RSSന്റെ ഗീതമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പാടിക്കേൽപ്പിക്കണം എന്നാണ്, ശക്തമായിട്ട് എതിർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് അവർക്കറിയില്ലെന്നേ, മലയാളം അവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. കുട്ടികൾ പാടുന്നു, അവരെടുത്തിട്ടു. കുട്ടികളല്ലേ പാടുന്നത്, കുട്ടികളുടെ ഏതോ പാട്ട് പാടും, ഭയങ്കര ബഹളം. ഇത് ഭയങ്കര രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് അവർ പേടിച്ചു. ഇതെന്താ സംഭവം? അത് കഴിഞ്ഞ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർക്ക് പിടികിട്ടിയത്. അവർക്ക് വേണ്ടല്ലോ ഈ മീഡിയ ടൈമും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് പറ്റിയതാണ്. പക്ഷേ നിങ്ങൾ വിടരുത് അത്. അങ്ങനെ അത് വിട്ട് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ വിടുന്ന നിയമസഭാ ഇലക്ഷൻ കഴിയുന്നിടം വരെ ശക്തമായിട്ടുള്ള ചർച്ച മതി. ഞാനത്